ഹായ് ഓൾ, ഇന്ന് നമ്മൾ 4th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 7th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗുണിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, കുറച്ച് ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും കൂടിയിട്ട് എന്തുണ്ടാക്കുകയാണ്? എന്താ അവിടെ ഉണ്ടാക്കുന്നത്? മാത്ത് ബോക്സസ് ഉണ്ടാക്കുകയാണ്. അപ്പം ഈ ടീച്ചേഴ്സ് അയാനിമല LP സ്കൂളിലുള്ള ടീച്ചേഴ്സും കുട്ടികളും ചേർന്നിട്ടാണ് ഈ മാത്ത് ബോക്സ് ഉണ്ടാക്കുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് മേധ ഉണ്ടാക്കിയിട്ടുള്ള മാത്ത് ബോക്സ് നോക്കാം. മേധ ഉണ്ടാക്കിയിട്ടുള്ള മാത്ത് ബോക്സ് ആണ് ഈ കാണിക്കുന്നത്. മേധ ഉണ്ടാക്കിയിട്ടുള്ള മാത്ത് ബോക്സ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, മേധ ഉണ്ടാക്കിയിട്ടുള്ള മാത്ത് ബോക്സ് എങ്ങനെയാണ്? അതിൽ എത്ര റോസ് ഉണ്ട്? 1 2 3. എത്ര റോസ് ഉണ്ട്? 1 2 3 റോസാണ് അതിലുള്ളത് അല്ലേ? ഇനി ഓരോ റോയിലും എത്ര ഉണ്ട്? എത്ര നമ്പേഴ്സ് കോയിൻസ് ആണ് ഓരോ റോയിലുള്ളത്? എത്ര നമ്പേഴ്സ് ടോക്കൻസ് ആണ് ഓരോ റോയിലുള്ളത്? അപ്പോൾ റോ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 നമ്പർ ടോക്കൺസ് ഉണ്ട് ഓരോ റോസിലും അല്ലേ? അപ്പം ഫസ്റ്റ് റോയിൽ 8 ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് റോയിലും 8 ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് റോയിലും 8 ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് റോയിൽ 8, സെക്കൻഡ് റോയിൽ 8, തേർഡ് റോയിലും 8 ഉണ്ട്. അപ്പം എത്ര റോസാണ് ഉള്ളത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. എത്ര റോസാണ്? 3 റോസ് ഉണ്ട്. അതുപോലെ തന്നെ എത്ര ടോക്കൻസ് ഉണ്ട്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 ടോക്കൻസ് ഉണ്ട്. അപ്പം 3 റോ വിത്ത് 8 ടോക്കൻസ് ഇൻ ഈച്ച്. ഓരോ റോയിലും എത്ര ടോക്കൻസ് ഉണ്ട്? 8 ടോക്കൻസ് ഉണ്ട്. ഹൗ മെനി ടോക്കൻസ് ഇൻ ഓൾ? അപ്പം മൊത്തത്തിൽ എത്ര ടോക്കൻസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. 3 റോസ് ഉണ്ട്. ആ 3 റോസിലും എത്ര ടോക്കൻസ് ഉണ്ട്? 8 ടോക്കൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ എത്ര ടോക്കൻസ് ഉണ്ടാവും? 8 + 8 + 8 ടോക്കൻസ് ഉണ്ടാവും. 8 + 8 എത്രയാ? 8 എത്രയാണ്? 16. 16 + 8 എത്രയാ? 24, 24. അപ്പോൾ ഇതിനെ നമുക്ക് 3 8 എന്ന് 8 + 8 + 8 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 3 × 8, 3 ഗുണിക്കണം 8 എന്ന് എഴുതാം. 3 ഗുണിക്കണം 8 എത്രയാണ്? 24. 8 16 24. 3 × 8 എത്രയാണ്? 24. അപ്പം 3 × 8 എന്ന് എഴുതുന്നതും അതുപോലെ തന്നെ 8 + 8 + 8 എന്ന് എഴുതുന്നതും സെയിം ആണ്. മനസ്സിലായോ? 3 × 8 എന്ന് എഴുതുന്നതും അതുപോലെ തന്നെ 8 + 8 + 8 എന്ന് എഴുതുന്നതും സെയിം ആണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ 8 + 8 + 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. അതുപോലെ തന്നെ 3 × 8 എന്ന് പറഞ്ഞാലും 24 ആണ്. അത് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ എന്താണ്? മാധവിൻ്റെ മാത്ത് ബോക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. മാധവിൻ്റെ മാത്ത് ബോക്സിൽ എത്ര റോസ് ഉണ്ട്? 1. എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 6 7 8. 8 റോസ് ഉണ്ട്. ആരെ മാത്ത് ബോക്സിൽ? മാധവിൻ്റെ മാത്ത് ബോക്സിൽ. ഓരോ റോസിലും എത്ര ടോക്കൺ ഉണ്ട്? 1 2 3 ടോക്കൺ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 3 എണ്ണത്തിന് 8 പ്രാവശ്യം എഴുതാം. ഇതിൽ 3 എണ്ണം ഉണ്ട്. 3 + 3 + 3 + 3 + 3 + 3 + 3 + 3. അതാണ് ഇവിടെ തന്നത്. 3ന് 8 പ്രാവശ്യം എഴുതി. അപ്പോൾ 3ന് 8 പ്രാവശ്യം എഴുതിയാൽ എത്രയാണ് കിട്ടുക? 24. 3 + 3 എത്രയാണ്? 6. 6 + 3 9. 9 + 3 12. 12 + 3 15. 15 + 3 എത്രയാണ്? 18. 18 + 3 21. 21 + 3 24. അപ്പോൾ 3 + 3 + 3 + 3 + 3 + 3 + 3 + 3 എത്രയാ? 24, 24. ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം? 8 പ്രാവശ്യം 3 എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 8 × 3, 8 ഗുണിക്കണം 3 ഇങ്ങനെ എഴുതാം. 8 × 3 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 24. അപ്പോൾ മനസ്സിലായോ? ഇനി ഇവിടെ താഴെ 2 ഫിഗർ കാണിക്കുന്നുണ്ട്. ഒന്നിലെന്താ കാണിക്കുന്നത്? 3 റോസ് വിത്ത് 8 ടോക്കൺ ഇൻ ഈച്ച്. ഇപ്പം മേധയുടെ ബോക്സിൽ എങ്ങനെയാണുള്ളത്? മേധയുടെ മാത്ത് ബോക്സിൽ 3 റോസാണുള്ളത്. അതിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പം
3 ടൈംസ് 8 8 എന്ത് ചെയ്യുക 3 പ്രാവശ്യം എഴുതണം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 × 3 = 24. ഇനി അടുത്തത് പറയാണ് മാധവിൻ്റെ മാത്ത് ബോക്സിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 3 എണ്ണമാണുള്ളത്. മാധവിന് എത്ര ബോക്സുകൾ, എത്ര റോസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ആ 8 ഇവിടെ കൊടുത്തത്. എത്ര ടോക്കൺസ് ആണുള്ളത് ഓരോന്നിലും? 3 എണ്ണം. അപ്പം 8 × 3 എത്രയാണ്? 24. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 3 × 8 അതുപോലെ തന്നെ 8 × 3 എന്ന് പറഞ്ഞാലും സെയിം ആണ്. 3 × 8 എന്ന് പറഞ്ഞാലും 8 × 3 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഒരേ ആൻസറാണ് കിട്ടുക. എത്രയാ? 24. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് 3 ടൈംസ് 8 ആൻഡ് 8 ടൈംസ് 3 ആർ 24. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് 3 പ്രാവശ്യം 8 എഴുതുന്നതും 8 പ്രാവശ്യം 3 എഴുതുന്നതും 24 അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ 3 പ്രാവശ്യം 8 എഴുതിയിട്ടുണ്ട് അല്ലേ? ഇവിടെ 3 പ്രാവശ്യം 8 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 24 കിട്ടിയത്. ഇവിടെ 8 പ്രാവശ്യം 3 എഴുതിയിട്ടുണ്ട്. അപ്പോഴും 24 കിട്ടിയത്. അപ്പോൾ നമുക്ക് 3 × 8 എഴുതിയാലും 8 × 3 എഴുതിയാലും സെയിം തന്നെയാണ്. എത്രയാണ്? 24 ആണ്.